വംശീയവാദികൾ എല്ലാറ്റിനുമുപരി ഭീരുക്കളാണ്. ജേഴ്സി കൊണ്ട് വാമൂടി കെട്ടി അവർ തങ്ങൾ എത്രത്തോളം ദുർബലരാണെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവരെ ശിക്ഷിക്കാൻ അധികാരമുള്ളവർ അതിനു പകരം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബെൻഫീക്കക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് ആദ്യ പദത്തിന് പിന്നാലെ വിനീഷ്യസ് ജൂനിയർ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ താൻ ഗോൾ നേടിയതിന് പിന്നാലെ ഗ്രൗണ്ടിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള താരത്തിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. തന്റെ ഗോൾ സെലിബ്രേഷന് എന്തിനാണ് റഫറി മഞ്ഞക്കാർഡ് നൽകിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും മത്സരത്തിൽ റഫറി പ്രോട്ടോകോൾ നടപ്പിലാക്കിയത് തീർത്തും പരിതാപകരമായ രീതിയിലാണെന്നും താരം സ്റ്റോറിയിൽ കുറിച്ചു. 20 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജനുവരി 29-ന് പോർച്ചുഗലിലെ എസ്റ്റാഡിയോ ഡാലൂസിൽ തങ്ങളെ കൊത്തിപ്പറിച്ചിട്ട ബെൻഫിക്കയോട് പകരം ചോദിക്കാൻ ഉറച്ചാണ് റയൽ വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വണ്ടി കയറുന്നത്. പക്ഷേ അവരുടെ മൈതാനത്ത് സാക്ഷാൽ ഹോസെ മൗറീനോ കളി ഒതുക്കി കൊടുക്കുന്ന കുട്ടികളോട് കാര്യം ഒരിക്കലും എളുപ്പമാവില്ലെന്ന ബോധ്യം അറബ് ലോകർക്കും റയൽ താരങ്ങൾക്കും നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അംഗത്തിൽ പിഴച്ചതൊക്കെയും തിരുത്താൻ ഉറച്ചാണ് അവർ ആ മൈതാനത്ത് ഇറങ്ങിയത്. തുടക്കം മുതൽക്കേ ബെൻഫിക്കൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയെത്തുന്ന റയൽ മുന്നേറ്റ നിരയാണ് ഗ്രൗണ്ടിൽ കണ്ടത്. എംബാപ്പയും വിനിയുമെല്ലാം കിട്ടിയ അവസരങ്ങളിൽ ഗോൾ കീപ്പർ ട്രുബിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കെപ്പോഴോ വീണ് കിട്ടിയ അവസരങ്ങളിൽ ബെൻഫിക്കയും ഗോൾ നേടാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും തിബോ കോർട്ടോയ്സിനെ മറികടക്കാൻ പോകുന്നവയല്ലായിരുന്നു. റയലിന് പിന്നെയും അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഉന്നം പിടിക്കാത്ത എംബാപ്പയുടെ കാലുകൾക്ക് പോലും അവയെ ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചെങ്കിലും മികച്ചതെന്തോ വരാനിരിക്കുന്നുവെന്ന തോന്നൽ കാണികളിൽ നിറക്കാൻ ഇരു ടീമിനും സാധിച്ചിരുന്നു. രണ്ടാം പകുതിയിലേക്ക് കടന്ന് 5 മിനിറ്റ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. റയലിന്റെ പകുതിയിൽ നിന്ന് കമാവിങ്ങ മൈതാന മധ്യത്തിൽ നിൽക്കുന്ന എംബാപ്പയിലേക്ക് പന്ത് നീട്ടി നൽകി. പന്തുമായി ഇടതുവിങ്ങിലൂടെ മുന്നേറിയ താരം ബെൻഫിക ബോക്സിന് തൊട്ടുമുന്നിൽ വെച്ച് തനിക്ക് മുന്നിലോടുന്ന വിനീഷ്യസിലേക്ക് ഒരു പാസ് ഒരുക്കി. പന്ത് കാലിൽ കൊരുത്ത് അതിവേഗം ബോക്സിലേക്ക് കടന്ന വിനി അമർ ഡെഡിച്ചിനെ കാഴ്ചക്കാരനാക്കി ബെൻഫിക പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു. ഫസ്റ്റ് പോസ്റ്റിൽ ഗാർഡ് ചെയ്തിരുന്ന ആ ട്രുബിന് സേവ് നടത്താൻ ഒരു അവസരവും നൽകാത്ത ടോപ്പ് നോച്ച് ഫിനിഷ്. ചാമ്പ്യൻസ് ലീഗ് കരിയറിലെ വിനീഷ്യസിന്റെ 31ാമത്തെയും സീസണിലെ 2ാമത്തെയും ഗോൾ നേട്ടത്തോടെ കക്കയെ മറികടന്ന് ചാമ്പ്യൻസ് ലീഗിലെ സർവ്വകാല ബ്രസീലിയൻ സ്കോറർമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്കും വിനി കയറി. അങ്ങനെ സന്തോഷിക്കാൻ കാരണങ്ങൾ ഏറെയുള്ള ആ ഗോളിന് പിന്നാലെ ആ മൈതാനം സാക്ഷ്യം വഹിച്ചത് ഒരു പറ്റം നാടകീയ സംഭവങ്ങൾക്കാണ്. ഗോളിന് പിന്നാലെ കോർണർ ഫ്ലാഗിനടുത്ത് പോയി ഡാൻസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത വിനീഷ്യസിന് റഫറി മഞ്ഞക്കാർഡ് വീശുന്നു. അതെന്തിനാണെന്നുള്ള ഞെട്ടലിൽ നിൽക്കുമ്പോൾ ബെൻഫിക്കയുടെ അർജന്റീൻ താരം ജിയാൻ ലൂക്ക പ്രസ്ത്യാനി വിനിയുടെ അടുത്ത് ചെന്ന് എന്തോ പറഞ്ഞു. സ്വന്തം ജേഴ്സി കൊണ്ട് വാമറച്ചായിരുന്നു പ്രസ്ത്യാനി വിനിയോട് സംസാരിച്ചത്. തൊട്ടു പിന്നാലെ വിനി രോഷാകുലനായി താരത്തിന് മറുപടിയും നൽകി. പ്രസ്ത്യാനി തന്നെ കുരങ്ങെന്ന് വിളിച്ചുവെന്ന് വിനി റഫറിയെ അറിയിച്ചു. അവിടെയായിരുന്നു സംഭവങ്ങളുടെ ഒക്കെ തുടക്കം. ഇരു ടീമിലെയും താരങ്ങൾ തമ്മിൽ വാഗ്വാദമുണ്ടായി. ഫെഡറിക്കോ വൽവർഡെയും മറ്റു റയൽ താരങ്ങളും പ്രസ്ത്യാനിക്കെതിരെ നടപടിയെടുക്കാൻ റഫറിയോട് ആവശ്യപ്പെട്ടു. ടച്ച് ലൈന് വെളിയിലും ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇരു ടീമിലെയും സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളും കോച്ചിംഗ് സ്റ്റാഫും അടക്കമുള്ളവരിൽ പലരും മൈതാനത്തേക്ക് ഇറങ്ങി. ഫോർത്ത് ഒഫീഷ്യലിനോട് കയർത്ത ബെൻഫിക്കൻ കോച്ചിംഗ് സ്റ്റാഫിന് നേരെ റഫറി റെഡ് കാർഡ് വീശി. പക്ഷെ അതൊന്നും അവിടെ ഉടലെടുത്ത പ്രശ്നങ്ങളെ ശാന്തമാക്കാൻ പോകുന്ന ഒരു തീരുമാനമല്ലായിരുന്നു. മൈതാനത്തേക്ക് ഇറങ്ങിയവരെ തിരികെ കയറ്റാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരിറങ്ങി. വിനിയെ തന്റെ അടുക്കൽ വിളിച്ച് മൗറീനോ ശാന്തമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രസ്ത്യാനി നടത്തിയ അധിക്ഷേപത്തെക്കുറിച്ച് താരം മൗറീനോയെ ഓർമ്മിപ്പിച്ചു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും റഫറി യാതൊരു നടപടിയും എടുക്കാത്തതിനെ തുടർന്ന് വിനി നേരെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങി. ഉടൻ റഫറി മത്സരം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. യുഎഫയുടെ പുതിയ മാനദണ്ഡ പ്രകാരം ഒരു മത്സരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വംശീയാധിക്ഷേപം നടന്നാൽ മത്സരം ഉടൻ നിർത്തിവെക്കണം. പിന്നാലെ അന്തരീക്ഷം ശാന്തമായ ശേഷം മാത്രമേ മത്സരം പുനരാരംഭിക്കാനാവൂ. ഹാൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ റഫറി വിനീഷ്യസുമായി അനുനയ ചർച്ചകൾ നടത്തുകയും താരത്തെ മൈതാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന് മത്സരം പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ പ്രസ്ത്യാനിക്ക് ഒരു മഞ്ഞക്കാർഡ് പോലും റഫറി നൽകിയില്ല. 81ാം മിനിറ്റിൽ ടോഡി ലോക്കി ബാക്കിയാക്കു പകരക്കാരനായി പ്രസ്ത്യാനി മൈതാനം വിടുമ്പോൾ കയ്യടികളോടെയാണ് ബെൻഫീക ആരാധകർ താരത്തെ തിരികെ വിളിച്ചത്. എന്തോ വീരോചിതമായി ചെയ്ത് ഒരാൾ മടങ്ങി വരും പോലെ. 12 മിനിറ്റിന്റെ അഡീഷണൽ ടൈമിൽ ബെൻഫീക ആരാധകരും തങ്ങളുടെ തനിനിറം പുറത്തെടുത്തു. ഗാലറിയിൽ നിന്നും അവർ ചില വസ്തുക്കൾ റയൽ താരങ്ങൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. നേരത്തെ മത്സരത്തിനായി റയൽ ടീം ബസ് സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുമ്പോഴും ബെൻഫീക ആരാധകരുടെ ഭാഗത്തു നിന്നും ഇത്തരം ചില ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിൽ റഫറിയോട് കയർത്തതിന് ചുവപ്പ് കാർഡ് കണ്ടതോടെ സാന്റിയാഗോ ബെർണബിയിലുള്ള റിട്ടേൺ ലെഗിൽ മൗറീനോക്ക് ഗാലറിയിൽ ഇരിക്കേണ്ടി വരും. വംശീയാധിക്ഷേപം തനിക്കൊരു പുതിയ കാര്യമല്ലെങ്കിലും സ്വന്തം ടീം മികച്ചൊരു വിജയം നേടിയ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വിനി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. പ്രസ്ത്യാനി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത താരമാണെന്ന് എംബാപ്പയും പ്രതികരിച്ചു. താൻ ആർക്കെതിരെയും ഒരു തരത്തിലും വംശീയാധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും വിനീഷ്യസ് കേട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് പ്രസ്ത്യാനിയുടെ അഭിപ്രായം. ഒരു മോശം കാര്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രസ്ത്യാനി വാമൂടി സംസാരിച്ചതെന്ന് റയൽ നായകൻ വൽവർഡെയും ചോദ്യമുയർത്തി. അത്തരത്തിലൊരു മികച്ച ഗോൾ നേടിയതിനു ശേഷം അങ്ങനെ ഒരു ഗോളാഘോഷം നടത്തേണ്ടിയിരുന്നില്ല എന്നാണ് താൻ വിനിയോട് പറഞ്ഞതെന്നാണ് മൗറീനോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ബെൻഫിക്ക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ യൂസേബിയോ ഒരു കറുത്ത വർഗ്ഗക്കാരനാണെന്നും അതുകൊണ്ട് തങ്ങൾ വംശീയാധിക്ഷേപകരാണെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരേ താരം പല മൈതാനങ്ങളിൽ കളിക്കുമ്പോഴും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ
അത് മറ്റെന്തോ പ്രശ്നം കൊണ്ട് കൂടിയാണെന്നും മൗറീനോ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇതാദ്യമായല്ല ബെൻഫിക്ക ഇത്തരം വംശാധിക്ഷേപ വിഷയങ്ങളിൽ തെറ്റുകാരാവുന്നത്. 2006 യുണൈറ്റഡുമായുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ പാട്രിസ് എവറയും ലൂയിസ് സാഹയും ഇത്തരം അധിക്ഷേപങ്ങൾക്ക് ഇരകളായിരുന്നു. 2005 ഇത്തരം ചില പ്രവർത്തികൾ നടത്തിയതിന്റെ പേരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ബെൻഫിക്ക ആരാധകർക്ക് നേരെ മോശം ആംഗ്യം കാണിക്കുകയും തുടർന്ന് വിലക്ക് നേരിടുകയും ചെയ്തിരുന്നു. ഏതായാലും ബെർണബ്യൂവിലേക്കുള്ള മടങ്ങിവരവിൽ മൗറീനോക്കും ബെൻഫിക്കക്കും കാര്യങ്ങൾ ഒരിക്കലും സുഖകരമാവില്ല, പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ലീഗിന്റെ രാവിൽ. ഒരു ആധികാരിക ജയത്തോടെ റയൽ അടുത്ത റൗണ്ടിന് ടിക്കറ്റ് എടുക്കുമോ, അതോ ഗാലറിയിലിരുന്ന് തന്ത്രങ്ങൾ ഒരുക്കി മൗറീനോ ഒരു കംബാക്ക് നടത്തുമോ? കാത്തിരുന്ന് കാണാം.